ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ ക്ലാസ് എന്താണ്? ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്പീഡിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. എല്ലാവർക്കും ടിപ്സായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് മലയാളം കുറേ കുട്ടികൾക്ക് 20 മിനിറ്റ് എടുക്കുന്നു, 15 മിനിറ്റ് എടുക്കുന്നു പറയുന്നുണ്ട്. 10 മിനിറ്റിൻ്റെ സ്പീഡാണ്, അത് ശരിയാണ് അല്ലേ? ഈ 10 മിനിറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് തന്നെ പരീക്ഷ എങ്ങനെയാണ് നമുക്ക് ആക്യുറസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള ചെറിയ ടിപ്സുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറേ ടിപ്സുകളൊക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇപ്പം ഇനി എടുക്കാൻ പോകുന്നത് കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലേ പരീക്ഷയ്ക്ക്. അപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് പേടിച്ചിട്ടാണ് ഈ ഇരിക്കുന്നത്. 15 മിനിറ്റാണ് മിസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നില്ല, 20 മിനിറ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ 15 മിനിറ്റ് എടുത്താലും 10 മിനിറ്റാണ് പരീക്ഷ അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 പാരഗ്രാഫ് ആയിട്ടായിരിക്കും ഉള്ളത്. 2 പാരഗ്രാഫ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ചിലപ്പോൾ 3 പാരഗ്രാഫ് ചെറുതായിട്ട് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാനൊരു സ്പീഡിൻ്റെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഒരു പ്രാക്ടിക്കലായിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നോക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുൻപ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണേ. അപ്പം എന്ത് ചെയ്യണം? ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും ഈ ടിപ്സ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോഴാണല്ലേ 20 മിനിറ്റ് 15 മിനിറ്റ് എത്തുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടഫായ വാക്കുകൾ 3 റോ വെച്ച് നന്നായിട്ട് ടൈപ്പ് ചെയ്യുക. എന്താണ്? 3 റോ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെന്താണ് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കുക കേട്ടോ. വളരെ ടഫായിട്ട് നിൽക്കുന്നത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ആയിരിക്കും. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വേർഡ് പ്രോസസ്സിങ് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് കൂടുതലായിട്ട് കാണുന്നത് ടഫായിട്ട് കാണുന്ന ഒരു വേർഡുകൾ ഏതിലാണ്? ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഇതിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടൈപ്പ് റൈറ്റിങ്ങിൽ നന്നായിട്ട് ടൈപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ എങ്ങനെ ടൈപ്പ് ചെയ്യുക? വായിച്ച് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. 3 റോ വെച്ചിട്ട് എന്ത് ചെയ്യുക? നല്ല ടഫായ വാക്കാണെങ്കിൽ 3 റോ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള വേർഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ടഫായ വാക്കുകൾ കുറച്ച് ഒരു പേപ്പർ എടുക്കുക, ഒരു ബുക്ക് എടുക്കുക. അതിനെന്ത് ചെയ്യണം? അതിനുള്ളിൽ പരമാവധി ടഫായിട്ടുള്ള വാക്കുകൾ സെലക്ട് ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് അതിന് 3 റോ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് നല്ലോണം നോക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ആ പേപ്പർ എന്ത് ചെയ്യുക? 10 മിനിറ്റ് കൊണ്ട് എടുത്ത് നോക്കാം. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു നോക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പേപ്പറും എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ആവർത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആക്യുറസിയിലേക്ക് വരാനും പറ്റും. 10 മിനിറ്റ് കൊണ്ട് തന്നെ. 10 മിനിറ്റ് ഒരു 12 മിനിറ്റ് ഒക്കെ എടുക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് 2 പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ തരുന്നത് അല്ലേ? ഈ 2 പാരഗ്രാഫിൽ ഫസ്റ്റ് നമുക്ക് പാരഗ്രാഫ് തിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 5 സ്പേസ് ആയിട്ട് അടിക്കുക. 5 സ്പേസിന് അടിക്കുമ്പോൾ 5 മാർക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 5 മാർക്കുണ്ട്. അപ്പോൾ 1 മാർക്ക് ആയിക്കോട്ടെ 2 മാർക്ക് ആയിക്കോട്ടെ നമുക്ക് അത്രയും നമുക്ക് ആക്യുറസിയിൽ കിട്ടണം അല്ലേ? അപ്പോൾ 5 സ്പേസ് തന്നെ അടിച്ചു വെക്കുക. 4 സ്പേസിൽ 5 സ്പേസ് അടിച്ചു വെക്കുക. അതിനുശേഷം തുടങ്ങുക. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈറ്റിൽ ഉണ്ടാവും അല്ലേ? ആ ടൈറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്യുക കേട്ടോ. വളരെ സ്പീഡിൽ തന്നെ വേഗം കിട്ടിയതിന് ശേഷം പരാക്രമത്തിൽ ചെയ്യരുത്. അതിന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പതുക്കെ സമാധാനപരമായിട്ട് ഹെഡിങ് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് 10 മിനിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതാവില്ല അല്ലേ? അപ്പോൾ അതുപോലെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പതുക്കെ സമാധാനപരമായിട്ട് ഒറ്റ ലൈനൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ തെറ്റിക്കരുത്, ഹൈഫൻ ഇട്ട് ചെയ്യണം. ഹൈഫൻ എന്ന് വെച്ചാൽ എന്താണ്? പരിഭ്രാന്തരാവുക അല്ലേ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ പരിഭ്രാന്തരാവുക എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് തുടങ്ങുക കേട്ടോ. ഇവിടെ എല്ലാം ഹൈഫൻ ഇടുന്നത് റൈറ്റിലാണ് ഹൈഫൻ ഇടുന്നത്. ചില കുട്ടികൾ കാണുന്നുണ്ട് റൈറ്റിലല്ല ഹൈഫൻ ഇടുന്നത്, ലെഫ്റ്റിലായിരിക്കും ഹൈഫൻ ഇടുന്നത്. അങ്ങനെയല്ല കേട്ടോ. വലുതാവുക എന്ന് പറയും, വലു കഴിഞ്ഞിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക. ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവയുടെ തെറ്റായിട്ടാണ് കണക്കാക്കുക. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 2 സ്പേസ് അടിക്കണേ, മറക്കരുത്. വർഷം വരികയാണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയതിന് ശേഷം ടൈപ്പ് ചെയ്യുക അല്ലേ? അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾസ് വരും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് 2 പാരഗ്രാഫ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ നേരത്തെ? ഞാൻ മറന്നു പറയാനായിട്ട്.
എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനപരമായിട്ട് ചെയ്യാം. എന്ത് ചെയ്യണം? സമാധാനപരമായിട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പതുക്കെ അല്ലേട്ടാ ഞാൻ പറഞ്ഞു, ഒരുവിധം സമാധാനപരമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏക്രസിയോട് കൂടി തന്നെ ചെയ്യാം. തെറ്റാതെ ഏക്രസിയോട് കൂടി തന്നെ ചെയ്താൽ 2 പാരഗ്രാഫ് ഫുള്ളാക്കണമെന്നില്ല കേട്ടോ. 2 പാരഗ്രാഫ് ഫുള്ളാകില്ല, ചിലപ്പോൾ 4 ലൈനോ 5 ലൈനൊക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ 5 ലൈനോ 4 വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഏക്രസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാവും. ഏക്രസി മീൻസ് എന്താണ്? ഫസ്റ്റത്തെ ലൈൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു, സെക്കൻഡ് ലൈൻ നല്ല രീതിയിൽ ചെയ്തു, അങ്ങനെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് ടൈപ്പ് ചെയ്തു. കുറച്ചൊക്കെ തെറ്റിക്കൂടെ കുഴപ്പമില്ല, ഏക്രസി കുറച്ചാണ് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാനായിട്ട്, ടീച്ചർമാർക്ക് വായിക്കാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും ഭയങ്കര. ഫസ്റ്റ് തന്നെ തെറ്റിച്ചിട്ട് പിന്നെ അടുത്ത ലൈൻ തെറ്റിച്ചു, ഒരു പാരഗ്രാഫ് ഫുള്ളും തെറ്റിച്ചു, രണ്ടാമത്തെ പാരഗ്രാഫ് കുറച്ച് മാത്രം കറക്ഷനുള്ളൂ, ബാക്കിയൊക്കെ ഫില്ലാക്കി വെച്ചു. 10 മിനിറ്റ് കഴിയും. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഫെയിൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയാം എന്താ, ഞാൻ ടൈപ്പ് ചെയ്തതാണ്, അയ്യോ ഭയങ്കര എളുപ്പമായി എന്നൊക്കെ പറയും. അപ്പോൾ ആ ആളായിരിക്കും ഫെയിൽഡ് ആവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഏക്രസി ഇല്ല കേട്ടോ. എല്ലാ കുട്ടികളും പറയാറുണ്ട്, ഫസ്റ്റ് ഞാൻ ലാസ്റ്റ് വരെ എത്തിച്ചിട്ടുണ്ട്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ 10 മിനിറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട്, എല്ലാവരും എൻ്റെ കറക്റ്റാണ്, ഞാൻ ജയിക്കുന്നു പറയും. ഒരു രക്ഷയില്ല. ചില കുട്ടികൾക്ക് അത് ഏക്രസി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, സമാധാനപരമായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ലോണം അങ്ങനെ വായിച്ച് അടിക്കുക. വായിച്ച് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏക്രസിയിൽ എത്താൻ പറ്റും. ക്ലിയർ? ഒട്ടും പേടിക്കേണ്ടതില്ല, എല്ലാവരും പാസ്സാവും. എൻ്റെ ഈ കൊച്ചു ഇൻട്രൊഡക്ഷനായി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനിയും അടുത്ത ക്ലാസ്സുകളായിട്ട് ഞാൻ വരുന്നുണ്ട്. പരീക്ഷയ്ക്കായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അടുത്തടുത്ത് ഇടുന്നത്. ഇപ്പം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകും. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പുതിയ കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. നമസ്കാരം. ഇന്നത്തെ ക്ലാസ് സ്പീഡിന്റെ ക്ലാസ് ആണ്, ടൈപ്പ് റൈറ്റിംഗിന്റെ സ്പീഡിന്റെ ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാനിപ്പോ ടൈപ്പ് റൈറ്റിംഗിന്റെ പരീക്ഷയുടെ ആണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. കമ്പ്യൂട്ടറിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒക്കെ പറ്റുന്നത് അതൊന്ന് ക്ലിയർ ആക്കാനും, അതുപോലെ തന്നെ ടഫായ പേപ്പേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് ടിപ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നല്ല വൃത്തിയായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, അപ്പൊ 12-ാം തീയതി പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും 15 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് 13 മിനിറ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ആക്യുറസിയോട് കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേപ്പർ നമുക്ക് നോക്കാം. ഞാനിപ്പോ ടൈപ്പ് റൈറ്റിംഗിന്റെ മെഷീനിലല്ല കാണിച്ചു തരുന്നത്, കമ്പ്യൂട്ടറിലാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോ കുറച്ചും കൂടിയും നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെ പറഞ്ഞു തരുമ്പോൾ, തിയറി ക്ലാസ് പോലെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയില്ല, കുറെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ തന്നെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആക്യുറസി കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ KGT കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ മെയ് 2025 ആണ് അല്ലെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 2025 പേപ്പറാണ്, മെയിൽ നടന്നിരുന്ന പേപ്പറാണിത്. അപ്പോൾ ഇതുപോലെയൊക്കെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഹാളിൽ ചെല്ലുമ്പോൾ സ്പീഡ് പേപ്പർ കിട്ടും അല്ലെ. സ്പീഡ് പേപ്പർ കിട്ടുമ്പോൾ തന്നെ വേറൊരു ആൻസർ പേപ്പർ ആയിട്ട് നമുക്ക് വേറൊരു പേപ്പർ കിട്ടും. ആ പേപ്പറിലാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. KGT കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷൻ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ അടുത്ത് നിങ്ങൾ ട്യൂട്ടർ ആയിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെല്ലാവരും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഫസ്റ്റ് പേപ്പർ, മലയാളം ആണെങ്കിൽ നിങ്ങൾ മലയാളം ആയിട്ടാണ് ചെയ്യണതെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അല്ലെ നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ KGT കൊമേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, മലയാളം ആണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്യുമ്പോൾ 10 മിനിറ്റിന്റെ സ്പീഡാണ്. എന്താണ്? 10 മിനിറ്റ് സ്പീഡ്. ഈ 10 മിനിറ്റിന്റെ സ്പീഡാണ് ഈ 15 മിനിറ്റ് കൊണ്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നത് കുട്ടികൾ അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് 15 ആയിരിക്കും, ചിലപ്പോൾ 20 ആയിരിക്കും, ചിലപ്പോൾ 25 ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ പോവാം. ഓക്കെ, 12 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്കോട് കൂടി നമുക്ക്
നമുക്ക് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ആകെ മാർക്ക് വരുന്ന ഈ ഒരു ഫസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ സ്പീഡിന്റെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആകെ മാർക്ക് 100ലാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് പേപ്പർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അത് നിങ്ങൾ അത് റെഫർ ചെയ്ത് നോക്കുക. ആകെ മാർക്ക് ഏതാണ്, ഈ സ്പീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കാണ് 100. ഓക്കെ. അപ്പൊ 100ൽ എത്ര മാർക്ക് കിട്ടണം, 40 മാർക്ക് അല്ലേ. 40ൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഫെയിൽഡ് ആവും അല്ലേ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പേപ്പർ കൃത്യമായിട്ട് ടൈറ്റിലൊക്കെ വായിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നത് പേപ്പറിന്റെ ഇടതുവശം 10 ഡിഗ്രിയും വലതുവശം 5 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ടൈപ്പ് റൈറ്റിംഗിന്റെ മെഷീനിൽ നന്നായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്പീഡിന്റെ 1 or 2 ഇട്ടിട്ടുള്ളൂ. അത് മാത്രം മതി, നമുക്ക് മനസ്സിലാക്കി മാത്രം പോയാൽ മതി. കുറേ അങ്ങോട്ട് ഇടേണ്ട കാര്യമില്ല അല്ലേ. അപ്പൊ അതൊക്കെ നന്നായിട്ട് മാർജിൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ ആൻസർ പേപ്പർ കിട്ടുമ്പോൾ A4 ഷീറ്റ് അല്ല അത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈപ്പ് ചെയ്യുന്ന പേപ്പർ A4 ഷീറ്റ് അല്ല, കുറച്ച് വിട്ട് കൂടുന്ന ഒരു പേപ്പർ തന്നെയാണ്. കുറച്ച് വിട്ട് കൂടുമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടതുവശം വെക്കുന്നതും 10 ഡിഗ്രിയും വലതുവശം 5 ഡിഗ്രിയും കൃത്യമായിട്ട് ആ പേപ്പറിന്റെ ഒരു ഇത് നോക്കിയിട്ട് വെക്കുക. ഓക്കെ. ഉത്തരക്കടലാസിന്റെ മുകൾ വശത്ത് വലതുവശം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വ്യക്തമായി രേഖപ്പെടുത്തുക. രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല കേട്ടോ. പേരോ മറ്റു അടയാളമോ രേഖപ്പെടുത്താൻ പാടില്ല. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് പരീക്ഷ എടുക്കുകയാണെങ്കിലും, നമ്മുടെ ഡിഗ്രി ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ തെറ്റാൻ പാടില്ല. അതുപോലെ തന്നെ പേര് രേഖപ്പെടുത്താൻ പാടില്ല അല്ലെ, ഒന്നിലും രേഖപ്പെടുത്താൻ പാടില്ല. ഓക്കെ. അതാത് മെഷീനിലെ ടൈപ്പുകളുടെ രീതി അനുസരിച്ച് തന്നെയായിരിക്കണം അക്ഷരങ്ങളും മറ്റും ടൈപ്പ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ടാണ് നമ്മുടെ പേപ്പർ അല്ലെ, നമ്മുടെ ഇത് വരുന്നത്. പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പ് ചെയ്യാനുള്ള സംഭവം വരുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ടിപ്സ് ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ സെന്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു കഥയാണെങ്കിൽ അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും അല്ലെ. ആ ടൈറ്റിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം. ടൈറ്റിൽ ചിലപ്പോൾ കൊടുത്തിരിക്കുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ടഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാത്ത വാക്കുകൾ ഉണ്ടാവില്ലേ, ഇങ്ങനെ നമ്മൾ സാധാരണ താ പാ ക അങ്ങനെയൊന്നും അല്ലായിരിക്കാം അതിന്റെ ഒരു ചില എന്താ പറയാ സെന്ററിലുള്ള വേർഡുകൾ അല്ലെ, ടൈറ്റിലുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഫസ്റ്റ് നമുക്ക് തെറ്റിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ടഫായിട്ടുള്ള വാക്കുകൾ തന്നെ അടിച്ചു പഠിക്കുക. ഓക്കെ. ടഫായിട്ടുള്ള വാക്കുകൾ, നമ്മൾ പരീക്ഷ മെയ് 12-ാം തീയതിയാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ കുട്ടികളോടും പറയണം, ഈസി ആയിട്ടുള്ള പേപ്പർ അടിച്ച് പഠിക്കാതെ ടഫായിട്ടുള്ള പേപ്പർ തന്നെ പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് വേർഡുകൾ, ടഫായിട്ടുള്ള വേർഡുകൾ മാത്രം എഴുതുക. വേർഡുകൾ മാത്രം എഴുതിയിട്ട് അത് മാത്രം ടൈപ്പ് ചെയ്യുക. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുക. ക്ലിയർ. ചില കുട്ടികൾ ഇവിടെ നിന്നായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്, ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാർക്ക് പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭയങ്കര എന്താ പറയാ വിഷമിച്ച് അയ്യോ കിട്ടുമോ അല്ലെങ്കിൽ തെറ്റിച്ച് അങ്ങനെ വിറച്ച് അങ്ങനെയൊന്നും ചെയ്യാതെ അതൊക്കെ സമാധാനപരമായിട്ട് അക്ഷരങ്ങൾ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അല്ലെ അടിക്കണം. അപ്പൊ ഹെഡിങ് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ച് ആക്യുറസി വാങ്ങുക കേട്ടോ. ഹെഡിങ് മാത്രം വേറെ ഒന്നല്ല, ഹെഡിങ് നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇത് കൂളായിട്ട് അങ്ങോട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതായിട്ട്, ഈ നാടിനെ ഈ നാടിനെ അശോഭ്യമായി ശ്രവിക്കാനാകുന്ന വൃത്താന്തമേ ആയിരുന്നില്ല അത്. ഓക്കെ. കണ്ടോ, ഒരുവിധം എന്താ പറയാ ടഫായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, പാരഗ്രാഫ് തിരിച്ചിട്ടുണ്ട്. ഈ പാരഗ്രാഫ് തിരിക്കുന്നതിന് 5 മാർക്ക് ഉണ്ട് കേട്ടോ. 5 മാർക്ക് ഉണ്ട് പാരഗ്രാഫ് തിരിക്കുന്നതിന്. അപ്പൊ തിരിക്കുന്ന വെച്ചാൽ ഫിംഗർ കൊണ്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ തള്ളവിരലുകൊണ്ട് 5 പ്രാവശ്യം തട്ടണം അല്ലെ, സ്പേസ് ബാർ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ സമാധാനപരമായിട്ട് തന്നെ റിലാക്സ് ചെയ്ത് തന്നെ വേഗം നിങ്ങൾ ചെയ്യണം. പക്ഷെ എന്നാലും ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് പറഞ്ഞു ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഈ നാടിന്, അത് കഴിഞ്ഞിട്ട് സ്പേസ് അക്ഷോഭ്യമായി ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ശ്രവിക്കാനാകുന്ന, പിന്നെ വൃത്താന്തമേ ആയിരുന്നില്ല അത്. പിന്നെ ഇവിടെ നോക്കിയാൽ മനോവ്യഥ, കണ്ടോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ടഫായിട്ടുള്ളതിനെ തെറ്റിക്കാനായിട്ട് തരുന്നതാണ്. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് രണ്ട് സ്പേസാണ് അടിക്കാറ്.
ഒരു സ്പേസ് അടിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ 2 സ്പേസ് അടിക്കുക കേട്ടോ. ടൈപ്പ് റൈറ്റിംഗിന് 2 സ്പേസും എന്താ പറയാ കമ്പ്യൂട്ടർ 1 സ്പേസും. ഓക്കെ, ഇവിടെ നോക്കിയ സംസ്കാര നഭസിലെ കണ്ടോ, ഇതൊക്കെ തെറ്റാവുന്നതാണ്. അതുപോലെ തന്നെ മലയാളം വാക്കുകൾ ഒരക്ഷരം അവിടെ തെറ്റിക്കഴിഞ്ഞാൽ ഫുൾ വേർഡുകൾ തെറ്റും അല്ലേ, ഇല്ലേ? ഇപ്പൊ കേരളത്തിലെ എന്നുള്ളത് കേരള ഇല്ല, കേരളത്തിലെ അല്ലേ, അപ്പൊ അത് കിട്ടും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എല്ലാ അക്ഷരങ്ങളും കൃത്യമായിട്ട് അടിക്കാവുന്നതാണ്. പിന്നെ സമാധാനപരമായി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് ഏക്രസി ഉണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ പാരഗ്രാഫ് ഇതാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പാരഗ്രാഫ് ഇവിടെ വരെ നിൽക്കുന്നു അല്ലെ, ഇവിടം വരെ കാണുന്നില്ലേ, ടൈപ്പ് ചെയ്യും. എല്ലാവരോടും ഇവിടം വരെ ടൈപ്പ് ചെയ്യാനല്ല കേട്ടോ പറഞ്ഞത്. കൃത്യമായിട്ട് ഇവിടം വരെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടിക്കുക കേട്ടോ, നല്ല വൃത്തിയായിട്ട് അടിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ 40 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുറെ കുട്ടികൾ ജസ്റ്റ് വെറുതെ അടിച്ചു പോയി ഇവിടെ വരെ എത്തിക്കും, ഈ ഭാഗം വരെ, ലാസ്റ്റ് വരെ. ഈ ലാസ്റ്റ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഭാഗം മൊത്തം പോയി ബ്ലാങ്കായി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കുറച്ച് 1 വരിയോ 2 വരിയോ ശരിയായിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഇങ്ങനെ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റ് വരെ എത്തിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ലാസ്റ്റ് വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിചാരം എന്താണ്, അയ്യോ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെയല്ല, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കാൻ പറ്റണവർക്ക്. ഇപ്പോ ഒരു ടീച്ചർ വായിക്കുന്നതാണ്. ഇപ്പൊ ഒരു ടീച്ചർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എല്ലാം തെറ്റി അല്ലെ, ഫസ്റ്റത്തെ എല്ലാം തെറ്റി, പിന്നെ 1 വരിയോ 2 വരിയോ അവിടെ ക്ലിയർ ഉള്ളൂ. ലാസ്റ്റ് വരെ എത്തിച്ചിട്ടുണ്ട്, നേരെ ഒരു വെട്ടു അല്ലെ. പക്ഷെ അതേസമയം ഒരു പാരഗ്രാഫ് അവർക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റി എന്നിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏക്രസിയോട് കൂടി പാസ്സാക്കി തരുന്നതാണ്. ഇതിപ്പോ നമ്മളെല്ലാം റെഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ്. ഓരോ ടീച്ചേഴ്സും ക്ലാസ് നമ്മൾ പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഇംപ്രഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ വായിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ മൊത്തം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, അവര് വിട്ട് കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ സെക്കൻഡ് പേപ്പറും കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ഇവിടം വരെ എത്തിക്കുക നിങ്ങൾ കേട്ടോ, ഇന്ത്യയെ കണ്ടെത്തൽ ഇവിടം വരെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താവും, പാസ്സാവും. ഓക്കെ, വേറൊന്നും പറഞ്ഞല്ല. കുറെ കുട്ടികൾ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പാസ്സായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നാം അല്ലെ, അപ്പൊ തന്നെ നമുക്ക് തോന്നും, ഓ ദൈവമേ ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് വരെ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അടിക്കാൻ പറ്റിയില്ലോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, നല്ല ഇതിലെ വാക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതില് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ വിശ്വപ്രസിദ്ധി ആർജിച്ച കണ്ടോ, ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു 2-3 റോ വെച്ച് അടിക്കുക. ഓക്കെ, 2-3 റോ വെച്ച് അടിക്കാം. അതുപോലെ തന്നെ കാവ്യാത്മകമായ കണ്ടോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ 10 മിനിറ്റ് അടിക്കുന്നേക്കാൾ മുൻപ് ഇതിൽ ടഫായിട്ടുള്ള വാക്കുകൾ കുറച്ച് നേരം അടിക്കുക. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾ അടിച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ക്ലിയർ? ഇതിന് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്, വേറൊന്നല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. പറഞ്ഞ് ടൈപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും പരീക്ഷ ഹാളല്ലേ ഒന്നും മിണ്ടണ്ട. അങ്ങനെ വേണ്ട, വലിയതായിട്ട് പറയാനല്ല പറയുന്നേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞ് തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതുപോലെ ഒരു ചിഹ്നൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു കോമ, കുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടണം. ഹൈഫൺ ഇതൊക്കെ ആണെങ്കിൽ ഇടണം. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിയേ, അതുണ്ടാക്കിയ, ഇവിടെ നോക്കിയ നക്ഷത്രം, അതായത് വിടവ്, പിന്നെ അന്തരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഈ അന്തരിച്ചു എന്നുള്ളത് അന്തരി കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു വിചാരിക്കും, അന്തരി കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഹൈഫൺ വേണ്ടത്, ഇവിടെയല്ല. കുറെ കുട്ടികൾ ഇവിടെ ഇടുന്നുണ്ട്, ഈ ഭാഗത്തായിട്ട്. ഈ ഭാഗത്ത് ഇടാൻ പാടില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഹൈഫൺ ഇടാൻ പാടില്ല. റൈറ്റ് സൈഡിലാണ് ഹൈഫൺ ഇടുന്നത്. റൈറ്റ് സൈഡിൽ ഹൈഫൺ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ചു എന്നുണ്ടെങ്കിൽ അത് ആക്യുറസി ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാതെ അന്തരി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഹൈഫൺ ഇട്ട് ചു അടിക്കുകയാണെങ്കിൽ അത് എന്താവും, ആ വേർഡ് എടുക്കില്ല, അത് എന്താവും, തെറ്റായിട്ടാണ് കാണുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എല്ലാ വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം, വഴിവെട്ടി അല്ലെ, വഴിവെട്ടി മുന്നേറിയതും, അല്ലെങ്കിൽ ഉള്ളൂരും എന്ന് പറയുമ്പോൾ ഉള്ളൂ കഴിഞ്ഞിട്ട് ഹൈഫൺ ഇട്ടിട്ട് ജും ഇവിടെ അടിക്കുക. ക്ലിയർ? അതിപ്പോ ഇംഗ്ലീഷ് പേപ്പറിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് അടിക്കുകയാ കേട്ടാ, ഇതുപോലെ തന്നെയാണ് അടിക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ടഫായിട്ടുള്ള വാക്കുകൾ അടിച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം.
ഇപ്പൊ ഇനി കുറച്ചും കൂടി ദിവസം കൂടി ഉള്ളൂ അല്ലെ, ഒരു 12 ദിവസം ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, 10-13 ദിവസം ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, 15 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുന്ന ആളുകൾ അല്ലെ, അവർക്കായിട്ടൊക്കെയാണ് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഓരോ ടഫായ വാക്കുകൾ എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് 3 റോ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക, പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, 10 മിനിറ്റിന്റെ സ്പീഡ് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് ഒരു 13 മിനിറ്റ് ഒക്കെ ആവും. അപ്പോഴേക്കും 15 മിനിറ്റ് ഉള്ള ആള് 13 മിനിറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത്? അപ്പോൾ ഫസ്റ്റത്തെ എന്താ പറയാ, ടൈറ്റില് ടൈപ്പ് ചെയ്യണം, മറക്കരുത്. പിന്നെ 5 സ്പേസിന് മാർക്ക് ഉണ്ട്, അത് ടൈപ്പ് ചെയ്യണം. പിന്നെ എന്താണ്, ഹൈഫൺ ഇട്ടതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ ഹൈഫൺ ഇട്ടിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക ശ്രമിക്കുക. നെക്സ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് 2 സ്പേസ് അടിക്കുക. നെക്സ്റ്റ് എന്താണ്, ഹൈഫൺ ഇടുക കേട്ടോ, ഹൈഫൺ ഇട്ട് ചെയ്യുക. ഇവിടെ ഹൈഫൺ ആണെങ്കിൽ ഹൈഫൺ ഇടുക, ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, പിന്നെ ഒരു പാരഗ്രാഫ് നല്ല വൃത്തിയായിട്ട് കുറച്ചു നേരം ഉണ്ടല്ലോ, 10 മിനിറ്റ് ഉണ്ടല്ലോ, അപ്പൊ നല്ല കുറച്ചുകൂടി നേരം നമുക്ക് കിട്ടുന്നതാണ്. വേഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ വിറച്ചൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ സമയം പോകും. അതൊന്നും വേണ്ട, നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആക്യുറസി കിട്ടുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഇങ്ങനെ എടുത്തിട്ട് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കുറെ കുട്ടികൾ കുറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാ ചെയ്യാതെ, അത്യാവശ്യം നമുക്ക് ടൈപ്പ് ചെയ്ത് സ്പീഡ് കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, ആക്യുറസി കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു ടിപ്സ് ആയിട്ട് ഞാൻ വന്നത്. അപ്പൊ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷ് ആയാലും മലയാളം ഇതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ മലയാളം മാത്രം എടുത്ത് കാണിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല കമന്റുകൾ ഇടുക. അപ്പൊ എനിക്ക് നന്നായിട്ട് എനിക്ക് ക്ലാസ് ഇടാനായിട്ട് നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്ന അറിയാലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ.